നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് നിയന്ത്രണം ശക്തമാക്കുന്നു. കേരളവും പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ആരംഭിച്ചു. 1 മാസത്തിന് ശേഷം പിഴ ഈടാക്കി തുടങ്ങും. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് തമിഴ്നാട് സർക്കാർ കർശനമായി വിലക്കുന്നുണ്ട്. അതിർത്തിയിൽ പ്ലാസ്റ്റിക് പരിശോധന ചെക്ക് പോസ്റ്റും പ്രവർത്തിക്കുന്നു. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവർക്ക് തമിഴ്നാട് പിഴ ഈടാക്കുന്നുണ്ട്. കേരളത്തിൽ പരിശോധനയില്ലാത്തതിനാൽ തമിഴ്നാട് അതിർത്തിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപായി കേരളത്തിന്റെ ഭാഗത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് കേരളവും പ്ലാസ്റ്റിക് പരിശോധനാ ചെക്ക് പോസ്റ്റ് ആരംഭിച്ചത്. വഴിക്കടവ് ആനമാറിയിലാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ഭക്ഷണത്തിന്റെ അവശിഷ്ടവും വേസ്റ്റും എല്ലാം കൂടെ കാട്ടിലേക്ക് വിടുക, അതാണ് ചെയ്യുന്നത്. കാരണം ഇതുവഴി ക്രോസ് ചെയ്ത് തമിഴ്നാടിന്റെ അതിർത്തി കടന്നാൽ വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടിയുണ്ട്. പ്ലാസ്റ്റിക് കണ്ടാൽ, ഒറ്റത്തവണ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടാൽ 1000 രൂപ 5000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. അവിടെ പിന്നെ ആർഗ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ കാട്ടിൽ ഇതെല്ലാം നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 1 മാസം ബോധവൽക്കരണമാണ് നൽകുന്നത്. 1 മാസത്തിന് ശേഷം പിഴ ഈടാക്കി തുടങ്ങും. ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ചുരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ചെക്ക് പോസ്റ്റിൽ വാങ്ങിവെച്ച് കുടുംബശ്രീ പ്രവർത്തകർ ബദൽ ഉപകരണങ്ങൾ നൽകും. ചുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി CCTVകൾ സ്ഥാപിക്കും. വന്യമൃഗങ്ങൾ പ്ലാസ്റ്റിക് ഭക്ഷിച്ച് ജീവൻ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാനും പ്ലാസ്റ്റിക് നിയന്ത്രണത്തിലൂടെ കഴിയും. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിനാണ് ചെക്ക് പോസ്റ്റിന്റെ നടത്തിപ്പ് ചുമതല. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുകയോ ചെയ്താൽ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം 5000 രൂപ വരെ പിഴ ഈടാക്കും. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത്, പൊതുമരാമത്ത് വകുപ്പ്, പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ്, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ചെക്ക് പോസ്റ്റിൽ ഉണ്ടാവുക. മീഡിയ 1 മലപ്പുറം.